നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ക്ലോക്ക്ഡ് സിങ്ക്രണസ് സീക്വൻഷ്യൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്കൊരു എക്സാമ്പിൾ വഴി പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ഗിവൺ സീക്വൻഷ്യൽ നെറ്റ്വർക്ക്, ഒബ്റ്റെയിൻ സ്റ്റേറ്റ് ടേബിൾ ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് മെയിൻലി വരുന്നത്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് നമുക്ക് ട്രാൻസിഷൻ ടേബിൾ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ടേബിൾ, സ്റ്റേറ്റ് ടേബിൾ, സ്റ്റേറ്റ് ഡയഗ്രാം ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? സർക്യൂട്ടിൽ മെയിൻലി വരുന്നത് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സാണ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്സാണ്, എയും ബിയും. പിന്നെ നമുക്ക് കുറച്ച് കോമ്പിനേഷണൽ ലോജിക്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എഴുതാനാണ്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ടാണ്, അല്ല ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ടാണ്. ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? ഡി എ ആൻഡ് ഡി ബി. പിന്നെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താ? വൈ. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എഴുതാം. അപ്പോൾ നമുക്കിതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡി എ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡി എൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു ഓർ ഗേറ്റ് ഉണ്ട്. ആ ഓർ ഗേറ്റിൽ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യൂ ബി ആണ്. അതുപോലെ ഇവിടെ ഒരു ഇൻപുട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? ഇതേ ഒരു എക്സും ഉണ്ട്, പിന്നെ ഇത് പോയിട്ട് ഇത് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ? ക്യൂ എ. അപ്പോൾ എക്സ് ക്യൂ എ പ്ലസ് എന്ത്? ക്യൂ ബി. ഇതാണ് എന്ത്? ഡി എ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഡി ബീൻ്റെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൽ എന്തൊക്കെ ഉണ്ട്? ഈ ആൻഡ് ഗേറ്റിൽ ഇൻപുട്ടായിട്ട് വരുന്നത് ഇത് ഇവിടെ നിന്ന് ഈ ഒരു ക്യൂ ബി ആണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അതുപോലെ ഈ ക്യൂ എ ബാറാണ് ഇതിൽ അടുത്ത ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഡി ബി നമുക്ക് എന്ത് കിട്ടും? ക്യൂ എ ബാർ ക്യൂ ബി എന്ന് കിട്ടും. ഇനി അതുപോലെ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ആ ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? ഒരെണ്ണം ഈ എക്സ്, ഇതാണ് എക്സ്, പിന്നെ ഈ ക്യൂ എ. അതുപോലെ അടുത്ത ഗേറ്റിൻ്റെ ആണെങ്കിൽ ഈ എക്സിന് തന്നെ ഒരു നോട്ട് ഗേറ്റ് കൂടെ കടത്തി വിട്ടിട്ടാണ്. അപ്പോൾ അത് എക്സ് ബാർ ആയി. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റേറ്റ് ക്യൂ ബി. അപ്പോൾ നമുക്ക് വൈ എന്ത് കിട്ടി? എക്സ് ക്യൂ എ പ്ലസ് എക്സ് ബാർ ക്യൂ ബി എന്ന് കിട്ടി. ഇനി അത് നമ്മൾ അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെപ്പ് 1 എന്ത് ചെയ്തു? ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻസ് എഴുതി. ഡി എ എന്ന് പറയുന്നത് എക്സ് ക്യൂ എ പ്ലസ് ക്യൂ ബി എന്ന് എഴുതി. ഡി ബി എന്താണ്? ക്യൂ എ ബാർ ക്യൂ ബി. വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂ എ പ്ലസ് എക്സ് ബാർ ക്യൂ ബി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഈ ഒരു നെറ്റ്വർക്ക് ഇല്ലേ, ആ നെറ്റ്വർക്ക് മീലി മോഡലാണോ മൂർ മോഡലാണോ എന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. മൂറാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ അത് മീലി ആണെന്നുണ്ടെങ്കിൽ എന്താ? അതതിൻ്റെ ഇൻപുട്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻ്റെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ എന്താ കിട്ടിയത്? എക്സ് ക്യൂ എ പ്ലസ് എക്സ് ബാർ ക്യൂ ബി. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടാണ്, ക്യൂ എ ക്യൂ ബി ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണം ഇതെന്ത് മോഡലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും? മീലി മോഡലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡിങ് ട്രാൻസിഷൻ ടേബിൾ. നമ്മളിതിൽ ട്രാൻസിഷൻ ടേബിൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ ടേബിളിൽ 3 മെയിൻ കോളംസ് ആണ് വരുന്നത്. ഒന്ന് പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്, പിന്നെ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട്. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിൽ നമ്മൾ ക്യൂ എയും ക്യൂ ബി ആണ് എഴുതുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? ക്യൂ എ പ്ലസ് ക്യൂ ബി പ്ലസ്. അത് തന്നെ എക്സ് 0 ആകുമ്പോഴത്തെ കാര്യം നമ്മൾ എഴുതണം. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത് എഴുതണം. പിന്നെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് മീലി മോഡലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ മീലി മോഡലിൽ ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തെ ഔട്ട്പുട്ടും വേണം, എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോഴത്തെ ഔട്ട്പുട്ടും വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനി ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് ക്യൂ എ ക്യൂ ബി ആണ് അല്ലേ. പക്ഷേ ക്യൂ എ ക്യൂ ബീൻ്റെ ഒരു ഇക്വേഷനും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് നോക്കാം.
സർക്യൂട്ടിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ? QN പ്ലസ് ഇസ് ഈക്വൽ ടു ഡി. എന്താണോ ഡി അത് തന്നെയാണ് QN ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ QA എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതും? DA. QB എന്ന് പറയുന്നത് QA പ്ലസ് ഇസ് ഈക്വൽ ടു DA എന്ന് എഴുതാം. QB പ്ലസ് ഇസ് ഈക്വൽ ടു DB എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി QN പ്ലസ് 1, അതായത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ QN പ്ലസ് 1 ഇസ് ഈക്വൽ ടു DN എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് QN പ്ലസ് 1 പകരം QA പ്ലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് QA പ്ലസ് ഇസ് ഈക്വൽ ടു DA. അതുപോലെ QB പ്ലസ് ഇസ് ഈക്വൽ ടു DB. നമ്മൾ ഓൾറെഡി DAക്കും DBക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഫസ്റ്റ് തന്നെ എഴുതിയതാണല്ലോ. സ്റ്റെപ്പ് 1 നമ്മൾ അത് ആണ് ആദ്യം എഴുതിയത്. അപ്പോൾ QA പ്ലസ് നമുക്ക് എന്തെന്ന് എഴുതാം? DA വിച്ച് ഇസ് ഈക്വൽ ടു XQA പ്ലസ് QB ആൻഡ് QB പ്ലസ് വിച്ച് ഇസ് ഈക്വൽ ടു DB. അതെന്താണ്? QA ബാർ QB എന്നാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ X ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ QA പ്ലസിൻ്റെയും QB പ്ലസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. X ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ QA പ്ലസിൻ്റെയും QB പ്ലസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ടും അതുപോലെ കണ്ടുപിടിക്കണം. അപ്പോൾ വെൻ X ഇസ് ഈക്വൽ ടു 0, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? Xന് വാല്യൂ കൊടുക്കുക. ഇവിടെ ഓൾറെഡി QA പ്ലസിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ Xന് 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും? QA പ്ലസ് QB എന്നാവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി QB പ്ലസിൻ്റെ ഇക്വേഷൻ എന്താ? QA ബാർ QB. അവിടെ Xൻ്റെ ടേം വരുന്നില്ല. അപ്പോൾ X 0 ആണെങ്കിലും 1 ആണെങ്കിലും QA ബാർ QB തന്നെയാണ് വരിക. ഇനി നമ്മൾ X ഇസ് ഈക്വൽ ടു 1 എന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ QA പ്ലസ് എന്തായി? ഇവിടെ QA പ്ലസ് QB ആയിരുന്നു. അപ്പോൾ Xന് വാല്യൂ 1 കൊടുക്കുമ്പോൾ QA പ്ലസ് QB എന്ന് വരും. അപ്പോൾ QB പ്ലസ് എന്തായിരിക്കും? പഴയതുപോലെ തന്നെ QA ബാർ QB തന്നെ ആയിരിക്കും. ഇനി ഈ ഒരു വാല്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. QAക്കും QBക്കും 0 0 0 1 1 0 1 1 അനുസരിച്ചിട്ട് വാല്യൂ കൊടുത്തിട്ട് ടേബിൾ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഈ നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ പോർഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വെൻ X ഇസ് ഈക്വൽ ടു 0, QA പ്ലസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ QB ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ QB എന്താ? 0 1 0 1. അപ്പോൾ അത് നമ്മൾ നേരെ അത് തന്നെ എടുത്തെഴുതി. ഇനി QB പ്ലസ് എന്തായിരുന്നു? QA ബാർ QB. അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുക. QNൻ്റെയും QBൻ്റെ വാല്യൂ ഇവിടെ അല്ലേ? അപ്പോൾ QA ബാർ എന്ന് വരുമ്പോൾ 0 എന്നുള്ളത് 1 ആവും. QB ഇൻറ്റു 0 എന്ന് വരുമ്പോൾ അത് 0 ആയി പോവും. പിന്നെ QA ബാർ എന്ന് പറയുമ്പോൾ ഇത് 1 ഇൻറ്റു 1 വരുമ്പോൾ 1. QA ബാർ വരുമ്പോൾ ഇത് 0 ഇൻറ്റു 0 0. ഇത് QA ബാർ വരുമ്പോൾ എന്താ? 0 ഇൻറ്റു 1 അത് 0 ആവും. ഇനി അതുപോലെ X ഇസ് ഈക്വൽ ടു 1 QA പ്ലസ് എന്താണ്? QA പ്ലസ് QB ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് എഴുതാം. 0 പ്ലസ് 0 0 0 പ്ലസ് 1 1 1 പ്ലസ് 0 1 1 പ്ലസ് 1 1. അതുപോലെ QB പ്ലസ് എന്തായിരുന്നു? QA ബാർ QB തന്നെയായിരുന്നു. നമുക്ക് ഇവിടെ എന്താണോ സൊല്യൂഷൻ കിട്ടിയത് അവിടെ അത് തന്നെ ഇവിടെ എഴുതാം. ഇനി നമ്മൾ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, XQA പ്ലസ് X ബാർ QB എന്ന്. ഇനി അതിന് Xന് QAക്കും QBക്കൊക്കെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ടും കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നേരത്തെ QA പ്ലസിനും QB പ്ലസിനും എക്സ്പ്രഷൻ കണ്ടുപിടിച്ച പോലെ നമ്മൾ ഔട്ട്പുട്ട് Yക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ Yൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു മുന്നേ നമ്മൾ കണ്ടുപിടിച്ചത്? XQA പ്ലസ് X ബാർ QB എന്നായിരുന്നു. അപ്പോൾ നമ്മൾ Xന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? XQA എന്ന് പറയുന്ന ടേം ഫുൾ പോവും. പിന്നെ X ബാർ QB. അപ്പോൾ X ബാർ 1 ആയി. അപ്പോൾ QB എന്ന് മാത്രം നമുക്ക് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് Y ഇസ് ഈക്വൽ ടു QB. ഇനി X ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ XQA എന്നുള്ള ടേം മാത്രം അവിടെ നിന്നിട്ട് X ബാർ QB 0 ആയി പോകും. അപ്പോൾ X 1 ആയ കാരണം തന്നെ Y നമുക്ക് QA എന്ന് കിട്ടും. ഇനി ആ വാല്യൂസ് നമ്മൾ ടേബിളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ട്രാൻസിഷൻ ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടുപിടിച്ചു, ഔട്ട്പുട്ടിൻ്റെ ഇതും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റേറ്റിനെ X ഇസ് ഈക്വൽ ടു 0യും X ഇസ് ഈക്വൽ ടു 1 കണ്ടുപിടിച്ചു. ഔട്ട്പുട്ടും X ഇസ് ഈക്വൽ ടു 0യും X ഇസ് ഈക്വൽ ടു 1 കണ്ടുപിടിച്ചു. നമ്മൾ ഔട്ട്പുട്ട് X ഇസ് ഈക്വൽ ടു 0യും X ഇസ് ഈക്വൽ ടു 1 കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ്വർക്ക് മീലി മോഡലായ കാരണമാണ്. മൂർ മോഡലാണെങ്കിൽ നമുക്ക് X ഇസ് ഈക്വൽ ടു 0 X ഇസ് ഈക്വൽ ടു 1 ഒന്നും എഴുതേണ്ട കാര്യമില്ല. ആകെ ഒരൊറ്റ ഔട്ട്പുട്ട് എക്സ്പ്രഷനേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് മൂർ മോഡലാണെന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ട് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, മൊത്തം ട്രാൻസിഷൻ ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ട് സ്റ്റേറ്റ് ടേബിൾ ഉണ്ടാക്കും. അത് ഭയങ്കര സിമ്പിളാണ്. സ്റ്റേറ്റ് ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ QA QBക്ക് ഓരോ 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 4 വാല്യൂസിന് നമ്മളൊരു സ്റ്റേറ്റ് അസൈൻ ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് S0 S1 S2 S3 അങ്ങനെ സ്റ്റേറ്റ് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ABCD അങ്ങനെ വെച്ചിട്ട് തന്നെ കൊടുക്കാം. ഇപ്പോൾ 00ന് A കൊടുക്കുക, 01ന് B കൊടുക്കുക, 10ക്ക് C കൊടുക്കുക, 11ന് D കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ 00 ഉള്ള എല്ലായിടത്തും A കൊടുത്ത് അങ്ങനെ നമുക്കിത് ഫില്ല് ചെയ്ത് പോകാം. ഇപ്പോൾ സ്റ്റേറ്റ് ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ A എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂ എന്താണ്, 00 ആണ്. B എന്ന് കൊടുത്തിരിക്കുന്നത് 01ഉം C എന്ന് കൊടുത്തിരിക്കുന്നത് 10ഉം ആണ്. പിന്നെ D എന്ന് കൊടുത്തിരിക്കുന്നത് 11ഉം ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു, സ്റ്റേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒരു സ്റ്റേറ്റ് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്, സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ടാക്കാം. ഞാൻ സ്റ്റേറ്റ് ഡയഗ്രാം ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു ടേബിൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ x=0 ആകുമ്പോഴും x=1 ആകുമ്പോഴും അത് Aയിൽ തന്നെയാണ് റിമെയിൻ ചെയ്യണത്. അപ്പോൾ x=0 ആകുമ്പോൾ Aയിൽ തന്നെയാണ് റിമെയിൻ ചെയ്യണത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. x=1 ആകുമ്പോൾ അത് Aയിലാണ് റിമെയിൻ ചെയ്യണത്. അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇനി നമ്മുടെ ഡയഗ്രത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സ്റ്റേറ്റുകളുണ്ടല്ലോ അത് ഇതുപോലെ സർക്കിളായിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് A, ഇത് പ്രസൻറ്റ് സ്റ്റേറ്റ് B, ഇത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് C, ഇത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് D. ഇത് ഫസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ Aൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, x=0 ആകുമ്പോൾ x=0, ഇതാണ് x=0 ആകുമ്പോൾ അത് Aയിൽ തന്നെയാണ് റിമെയിൻ ചെയ്യണത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ 0. നമ്മൾ ഇങ്ങനെയാണ് മീലി മോഡൽ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റും പിന്നെ അത് എങ്ങോട്ടാണോ പോകുന്നത്, പിന്നെ ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂവും ഇത് അതിനനുസരിച്ചിട്ടുള്ള കൊറസ്പോണ്ടിങ് ഔട്ട്പുട്ടുമാണ്. നമ്മൾ x=0 ആവുന്ന കേസിൽ ഇപ്പോൾ x=0ൽ ഇത് 0 എന്ന് എഴുതി, ബാർ എന്നിട്ടിട്ട് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്തായിരുന്നു, 0 തന്നെയായിരുന്നു. അപ്പോൾ 0 എന്ന് എഴുതി. ഇനി നമ്മൾ x=1 ആണെങ്കിൽ എന്താണ്, അത് Aയിൽ തന്നെയാണ് റിമെയിൻ ചെയ്യണത്. അതുകൊണ്ടാണ് ഇതിൽ തന്നെ നമ്മൾ x=1ൻ്റെ കേസും x=0ൻ്റെ കേസും എഴുതിയത്. അപ്പോൾ 1 ആകുമ്പോഴും Aയിലാണ് റിമെയിൻ ചെയ്യണത്. അതിൻ്റെ കൊറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പോൾ 1/0 എന്ന് എഴുതി. ഇനി ഇതുപോലെ പ്രസൻറ്റ് സ്റ്റേറ്റ് B നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. x=0 ആകുമ്പോൾ അത് Dയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ x=1 ആകുമ്പോൾ അത് Dയിലേക്ക് തന്നെയാണ് പോയത്. x=1 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1ഉം x=0 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1ഉം x=1 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. അപ്പോൾ ഇനി അത് ആ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതാ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്. പ്രസൻറ്റ് സ്റ്റേറ്റിൽ അപ്പോൾ ബീൻ്റെ കാര്യമില്ലേ നമ്മൾ പറയണേ. അപ്പോൾ ബിയിൽ x=0 ആകുമ്പോൾ അത് Dയിലേക്ക് പോയി, Dയിലേക്ക് പോയി. ഇനി അതുപോലെ x=1 ആകുമ്പോഴും Dയിലേക്ക് തന്നെ പോയി. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ ലൈനിൽ നമ്മളത് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മളത് എഴുതിയിട്ടുമുണ്ട്. x=0 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, x=1 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. ഇനി ഇതുപോലെ സിയും ഡിയും ചെയ്യാം. സീൻ്റെ കേസ് എങ്ങനെയാണ്, സീൻ്റെ കേസിൽ x=0 ആകുമ്പോൾ അത് Aയിലേക്കാണ് പോയത്. അതുപോലെ x=1 ആകുമ്പോൾ Bയിലേക്കാണ് പോയത്. അതിൻ്റെ കൊറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് ആണ് 0ഉം 1ഉം. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ C x=0 ആകുമ്പോൾ അത് Aയിലേക്ക് പോയി. അപ്പോൾ അതെന്താ, x=0 ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു, 0 ആണ്. അതുകൊണ്ട് 0/0 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി അതുപോലെ x=1 ആകുമ്പോൾ അത് Bയിലോട്ട് പോയി, സിന്ന് Bയിലോട്ട് പോയി. ഇനി അതിൻ്റെ x=1 ആയതുകൊണ്ട് 1 എന്ന് കൊടുത്തു, ഔട്ട്പുട്ടും 1 ആയ കാരണം 1/1 എന്ന് കൊടുത്തു. ഇനി അതുപോലെ നമ്മൾ ഡീൻ്റെ കേസും കൂടി ചെയ്യാം. ഡീൻ്റെ കേസിൽ 0 ആയപ്പോഴും x=1 ആയപ്പോൾ ഇത് Bയിലേക്ക് തന്നെയാണ് പോയത്. അതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, 1 ആണ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഡി നേരെ Bയിലേക്കാണ് പോണത്,
എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ മൂർ മോഡലിൻ്റെ ഇതുപോലത്തെ അനാലിസിസ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം വരുന്നത്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മളോട് സ്റ്റേറ്റ് ടേബിളും സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഴുതി, നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണെന്ന് നോക്കി. അപ്പോൾ അതിന് DA DB കണ്ടുപിടിച്ചു, അതിൻ്റെ ഔട്ട്പുട്ട് Y നമ്മൾ കണ്ടുപിടിച്ചു. അതിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് എഴുതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ കണ്ടുപിടിച്ചു. ട്രാൻസിഷൻ ടേബിളിൽ നമ്മൾ സ്റ്റേറ്റ് ടേബിൾ കണ്ടുപിടിച്ചു. ഫൈനലി നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാമും വരച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മേ ബി ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. കുറച്ചൊരു പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.